സാറിന്റെ പേരെന്താണ്? എന്റെ പേര് അരുണചന്ദ്രൻ എന്നാണ് എന്റെ പേര്. And who do you represent? നമ്മളൊരു ECLന്റെ ഒരു സ്പോൺസറാണ്. വി ആർ വെരി ഹാപ്പി ടു ബി ജോയിൻ വെഞ്ചർ വിത്ത് ECL. നമ്മുടെ കമ്പനിയുടെ പേര് ഐഡ ഇൻഫ്രാ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ആർക്കിടെക്ചേഴ്സും കൺസ്ട്രക്ഷനും ഇന്റീരിയേഴ്സും ആണ്. Okay. നമ്മൾ ബ്രാഞ്ചസ് ഉള്ളത് കോട്ടയം, കാലിക്കട്ട്, കൊച്ചി, ദുബായ് അങ്ങനെയൊക്കെയുള്ള ഒരു 15 years ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പം അങ്ങനെ ഒരു കമ്പനിയുടെ ഓണറായിട്ട് ഇതിനകത്ത് കളിക്കുന്നുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. Okay. ടീം എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ഒരു ക്രിക്കറ്റ് ടീം ഉള്ളതാണ്, ഐഡ പാറ്റേൺസ് എന്ന് പറയുന്ന ക്രിക്കറ്റ് ടീമും ഉണ്ട്. ബട്ട് ക്രിക്കറ്റിനോട് വളരെ പാഷനേറ്റ് ആയിട്ട് ഉള്ള ഒരാളും കൂടെയാണ്. അതുകൊണ്ടാണ് ഇതിനോട് ഒരു താല്പര്യം തോന്നിയത്. എങ്ങനെയാണ് ECLിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു. ആൻഡ് ഹൗ എക്സൈറ്റഡ് ആർ യു ഫോർ ECL 2025? കാരണം കേരളത്തിലെ ഫസ്റ്റ് ടൈം ആണ് ഓൺടർപ്രണേഴ്സ് ക്രിക്കറ്റ് ലീഗ് നടക്കുന്നത്. സോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യാവോ? ഒബ്വിയസ്ലി ഓൺടർപ്രണേഴ്സ് ക്രിക്കറ്റ് ലീഗ് എന്ന് കണ്ടപ്പോൾ തന്നെ അതിനകത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം ഇവരായിട്ടും ഓൺടർപ്രണേഴ്സിനെ വെച്ചിട്ട് ഒരു ക്രിക്കറ്റ് ടീം നമ്മൾ പല രീതിയിലുള്ള ക്രിക്കറ്റ് ടീം കളിക്കുന്നുണ്ട്. ക്രിക്കറ്റ് നമ്മൾ ചെറുപ്പത്തോട്ട് കളിച്ചു വരുന്നതാണ്. അപ്പോൾ നമ്മൾ വി ആർ വർക്കിംഗ് ഇൻ ഒരു ഫീൽഡിൽ. ഞാനൊരു ഓൺടർപ്രണർ ആയിട്ട് ഒരു 15 years ആയി, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഓൺടർപ്രണർ ആയ ഒരാളാണ്. നമ്മൾ അതിനു വേണ്ടിയുള്ള സ്ട്രഗിൾസിലൂടെയൊക്കെ നമുക്ക് കളിയെല്ലാം വിട്ട ആൾക്കാരാണ്. നമുക്കൊരു 15 years ആയിട്ട് ഞാൻ ഇപ്പോൾ 43 ആയി. അപ്പം 43 years വരെ വലിയ ക്രിക്കറ്റ് കളിയൊന്നും ഇല്ലാതെ ലാസ്റ്റ് 1 year ആണ് കുറച്ച് ക്രിക്കറ്റ് കളിക്കണം എന്നുള്ള പാഷനും നമുക്ക് കുറച്ച് ടൈമും കുറച്ച് എന്താ പറയുക അതിലോട്ട് സ്പെൻഡ് ചെയ്യാനുള്ള നമ്മുടെ ടൈമും ഒക്കെ വന്നത്. അപ്പം ആണ് ഈ ഒരു ലീഗിനെ കുറിച്ച് കാണാൻ ഓൺലൈൻ വഴിയാണ് കാണാൻ പറ്റിയത്. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് പല ആൾക്കാർ, അൻസാരി ആയാലും ഇതിൽ പിന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ആയാലും നമ്മുടെ ഫ്രണ്ട്സിന്റെ നെറ്റ്വർക്കിൽ തന്നെ വരുന്നവരാണ്. അങ്ങനെയാണ് ശരിക്കും ഓൺടർപ്രണേഴ്സ് ക്രിക്കറ്റിന്റെ ഭാഗമായത്. അത് കഴിഞ്ഞ് കുറച്ച് നല്ല നല്ല ആൾക്കാരൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് കൂടുതലും ഭാഗമാണെന്നൊക്കെ അതുകൊണ്ട് സ്പോൺസറായി. അപ്പം നമുക്ക് ഇത് അടിച്ചു പൊളിക്കണം എന്നുള്ളൊരു മൂടി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. എനിവേസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു.